സമൃദ്ധി ഹോട്ടലാണ്. അവിടെ വിറകടുപ്പിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. നമ്മളുടെയൊക്കെ ചുറ്റുപാടുള്ള ഹോട്ടലിലെ ഉടമകളോട് ചോദിക്കുന്ന സമയത്ത് വിറകടുപ്പ് കൂട്ടാനുള്ളൊരു സംവിധാനം വേണ്ടേ, സംവിധാനം 3 കല്ല് മതി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അങ്ങനല്ല. നഗരങ്ങളിൽ ഹോട്ടലുകൾക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. അവിടെ എവിടെയാണ് അവർ വിറകടുപ്പ് കൂട്ടുക? മാത്രമല്ല ഇതിൽ നിന്ന് ഉയരുന്ന പുകയൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അത് മാറ്റാൻ. മാത്രമല്ല ഭക്ഷണ ഇനങ്ങളുടെ മെനു തന്നെ മാറുന്നു എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ അത് സാധ്യവുമല്ല. നമുക്ക് അർജുൻ മട്ടന്നൂരിലേക്ക് ഒന്ന് പോകാം. കൊച്ചിയിൽ അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. സമൃദ്ധി ഹോട്ടലും ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറുന്നു എന്നറിയുന്നു. പ്രതിസന്ധി രൂക്ഷമാണ് അല്ലേ കൊച്ചിയിലും? അർജുൻ മട്ടന്നൂർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഹോട്ടലുകളിൽ ഒന്നാണ് ഈ സമൃദ്ധി. ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ സമൃദ്ധിയുടെ ശാഖകളുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം നോർത്ത്, കടവന്ത്ര, അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ സമൃദ്ധിയുടെ ഹോട്ടലുകളുണ്ട്. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സമൃദ്ധിയുടെ നോർത്തിലെ റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഇന്നലെ മുതൽ തന്നെ കാര്യമായ പ്രതിസന്ധികളുണ്ട്. സമൃദ്ധിയിലെ വിഭവങ്ങൾ അത്ര സമൃദ്ധമല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ പല ഐറ്റംസും നേരത്തെ തന്നെ കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിരിയാണി, അതോടൊപ്പം തന്നെ ചൈനീസ് ഐറ്റംസ്, ദോശ തുടങ്ങിയ ഐറ്റംസ് ഒക്കെ തന്നെ ഇന്നലെ മുതൽ തന്നെ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പോവുകയാണ് ഇവർ. ചേച്ചി, ഇപ്പൊ എന്തൊക്കെ ഐറ്റംസാ കുറച്ചേക്കുന്നത്? കുറെ ഐറ്റംസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വിറകടുപ്പിലായിരിക്കുള്ളൂ. ഇന്ന് തുടങ്ങി ഞങ്ങൾ വിറകടുപ്പിലോട്ട് പോകണേണ്. പിന്നെ ഓർഡറുകളൊക്കെ ക്യാൻസലാക്കിക്കണേണ്. പുറത്തുള്ള ഓർഡറുകളൊന്നും പിടിക്കുന്നില്ല ഞങ്ങൾ. പിന്നെ നമ്മൾ സാധാരണക്കാരാണ് നമ്മളിവിടെ ഊണ് കഴിക്കാൻ വരുന്നത്. 10 രൂപയുടെ ഊണ് കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ 20 രൂപയുടെ ഊണാക്കി. അപ്പോൾ കസ്റ്റമർ ആകെ നിരാശയിലാണ്. കൂട്ടിയിടരുത് എന്നൊക്കെയാണ് പറയുന്നത് അവർ. ഞങ്ങൾ കുറേ ഐറ്റംസൊക്കെ ഞങ്ങൾ കുറച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി പേർ രാവിലെ മുതൽ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നിരവധി പേർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ദിവസേന ഈ കൊച്ചി പോലൊരു നഗരത്തിൽ പ്രത്യേകിച്ച് ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നത് സമൃദ്ധിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ അത്ഭുതം തോന്നും. കൊച്ചി പോലൊരു നഗരത്തിൽ, ഈ സമൃദ്ധിയുടെ ഇത്രയും തിരക്കേറിയ നഗരത്തിൽ, ഈ സമൃദ്ധിയുടെ മുറ്റത്ത് തന്നെ ഒരു പന്തലൊരുക്കി ഇപ്പോൾ അടുപ്പുകൾ തയ്യാറാക്കുകയാണ്, വിറകടുപ്പുകൾ തയ്യാറാക്കുകയാണ്. നിരവധി വിറകടക്കം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും വലിയ വിലയാണ് ഈ വിറകിന് എന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ഇത്തരം ലോഡ് കണക്കിന് വിറക് ഇന്നലെ ഇറക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് കൊച്ചി മേയർ അടക്കം എത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ഈ വിറകടുപ്പിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം ഏതാണ്ട് പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ തന്നെ വിറകടുപ്പിലേക്ക് മാറും എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ നിന്ന് വിവിധ ഇടങ്ങളിലേക്ക്, മറ്റ് ഔട്ട്ലെറ്റുകളിലേക്ക് ഭക്ഷണം കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ 2 സ്കൂളുകളിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ചേച്ചി, എപ്പോഴാണ് വിറകടുപ്പ് തുടങ്ങുക? 10 മണിക്ക് ഇന്ന് മേയർ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമൃദ്ധി തുടങ്ങിയിട്ട് ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു പ്രതിസന്ധി അല്ലേ? അതെ, സമൃദ്ധി തുടങ്ങിയിട്ട് ആദ്യമാണ് പ്രതിസന്ധി. മേയർ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് ഗ്യാസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാലത്ത്. ഇപ്പം ഐറ്റംസ് വിറകടുപ്പ് വന്നു കഴിഞ്ഞാൽ കുറക്കേണ്ടി വരുമോ? ഐറ്റംസ് ഇപ്പം ഞങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും പഴയ സ്ഥിതിയിലോട്ട് എത്തും. ഇവിടെ സ്കൂളുകളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ ഭക്ഷണം? അതെ, സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ, അങ്ങനെയാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട 2 സ്കൂളുകളിലേക്ക് പ്രഭാത ഭക്ഷണം അടക്കം വിതരണം ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. മാത്രവുമല്ല നിരവധി ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെയാണ് ഇത്തരമൊരു പ്രതിസന്ധി. ഇവിടെ സാധാരണ രീതിയിൽ പാചകം ചെയ്യാൻ വേണ്ടി ഒരു ദിവസം 25 മുതൽ 30 ഗ്യാസ് സിലിണ്ടറുകൾ വരെ വേണം എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ വലിയ പ്രതിസന്ധി അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ സമൃദ്ധിയിലെ ഭക്ഷണങ്ങൾ ആദ്യം വിഭവങ്ങളുടെ എണ്ണം കുറച്ചു, ഐറ്റംസ് പലതും ഒഴിവാക്കി. ഒടുവിൽ ഇപ്പോൾ ഇതാ പ്രശ്നപരിഹാരത്തിനായി വിറകടുപ്പ് ഒരുക്കുന്നു. ഒരു കൊച്ചി നഗര മധ്യത്തിൽ ഇത്തരമൊരു പന്തലൊരുക്കി. കുളിർമ. പണ്ടൊക്കെ ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും ഒരു പ്രത്യേക സ്നേഹമൊന്നും തോന്നത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഗ്യാസ് സിലിണ്ടറൊക്കെ കാണുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഇത് ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറാണോ അതോ നിറഞ്ഞിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറാണോ? ചേച്ചി, ഇത് ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറാണോ? ഡോക്ടർ അരുൺകുമാർ, ഇതൊക്കെ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറുകളാണ്. എല്ലാം ഇത്തരത്തിൽ ഒഴിഞ്ഞതാണ്. ചില ഗ്യാസ് സിലിണ്ടറുകൾ നിറഞ്ഞ സിലിണ്ടറുകളുമുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു ദിവസത്തേക്ക് പോലും തികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമൃദ്ധി പോലൊരിടത്ത് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പരമാവധി ഒരു ദിവസം വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞത് വേണ്ടി വരുന്നത് 25 മുതൽ 30 ഗ്യാസ് സിലിണ്ടറുകൾ വരെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. മാത്രമല്ല നോൺ വെജ് ഐറ്റംസ് ഒക്കെ തന്നെ കുറക്കാൻ പോവുകയാണ് എന്നാണ് സമൃദ്ധി ഉടമകൾ പറയുന്നത്. പ്രത്യേകിച്ച്
ഈ ചിക്കൻ വിഭവങ്ങൾ, ബിരിയാണി അടക്കമുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കുറക്കാൻ പോവുകയാണ്. എന്തായാലും ആളുകൾക്ക് പക്ഷേ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഒരു സംവിധാനം, അതുകൊണ്ട് ചെറിയ പണം നൽകിയാൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഇടം, ഒരു സൗകര്യം ഒഴിവാക്കാൻ കഴിയില്ല. ഡോക്ടർ അരുൺകുമാർ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിറകിന് ഈ പ്രതിസന്ധി വന്നതിന് ശേഷം വലിയ വിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കിട്ടാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൃശ്ശൂരിൽ നിന്നടക്കമാണ് വിറക് കൊണ്ടുവരുന്നത്. നമുക്ക് കോർപ്പറേഷന്റെ അധികൃതരോട് തന്നെ ചോദിക്കാം. ഈ വിറക് ഒരുക്കുന്നുണ്ട്, പക്ഷെ അത് വലിയ പ്രതിസന്ധിയാണല്ലേ? പ്രശ്നമായി മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വിളിച്ചപ്പോൾ ഒത്തിരി തരാമെന്ന് പറഞ്ഞവർ ഇപ്പോൾ ഷോർട്ടായി കളഞ്ഞു. ഇപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് കൊരട്ടിയിൽ നിന്നാണ് ഈ ലോഡ് വന്നിരിക്കുന്നത്. അടുത്ത ലോഡിന് വിളിച്ചുകൊണ്ടേയിരിക്കണം. കാരണം എല്ലായിടത്തും ആവശ്യക്കാരായി മാറി. സിറ്റിയിലാണ് കത്തിക്കാനുള്ള പരിമിതിയുള്ളൂ. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനുള്ള സംവിധാനം, ഹോട്ടലുകാരൊക്കെ തീയിലേക്ക് മാറുക. അപ്പോൾ അതനുസരിച്ച് ഷോർട്ടേജ് വരും. ഒരു സംശയമില്ല കാര്യത്തിൽ. എങ്ങനെയാ ഈ വിറകിന്റെ ഒരു വില എങ്ങനെയാ? ഇപ്പോൾ കിലോ 4 രൂപ വെച്ചാണ് നമുക്കിപ്പോൾ ലോഡ് അടിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി ചിലപ്പോൾ ആ വിലക്ക് കിട്ടാൻ സാധ്യതയില്ല. കൂടും ഉറപ്പായിട്ടും. തൃശ്ശൂരിൽ നിന്നൊക്കെ കൊണ്ടുവരും വേണം. ആ ഭാഗത്ത് നിന്ന് കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ അങ്കമാലി തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുന്നത്. അതനുസരിച്ച് അറേഞ്ച് ചെയ്യേണ്ടി വരും. എങ്ങനെ ഒരു ദിവസം എത്രത്തോളം വേണ്ടി വരുന്ന കണക്കുണ്ട്? ഇപ്പോൾ കത്തിച്ച് തുടങ്ങിയാൽ ഇതിൻ്റെ ഒരു കണക്കറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഗ്യാസ് 25-30 ഇടയ്ക്ക് ഗ്യാസാണ് നമുക്ക് ചിലവഴിച്ചുകൊണ്ടിരുന്നത്. അതിൽ അരി ബോയിലർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പാചകം ചെയ്യാനുള്ള കാര്യങ്ങളാണ് നീക്കുക. അതൊരു 5 സിലിണ്ടറിന് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് മേയർ കളക്ടറുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുൺകുമാർ, അങ്ങനെയാണ്. കാരണം സമൃദ്ധി പോലൊരു സംവിധാനം അത് താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചാൽ വലിയ പ്രതിസന്ധിയാണ് കൊച്ചിയിൽ ഉണ്ടാവുക. കാരണം അത്രത്തോളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഇടമാണ്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. ഈ നിരവധി പേർ രാവിലെ മുതൽ തന്നെ ഈ സമൃദ്ധിയിലേക്ക് എത്തുന്നുണ്ട്. പാഴ്സലായിട്ടും അല്ലാതെ നേരിട്ട് വന്ന് കഴിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. അവരോടും കൂടി നമുക്കൊന്ന് ചോദിക്കാം. ചേച്ചി, സ്ഥിരമായി ഇവിടുന്ന് കഴിക്കുന്ന ആളാണോ? അല്ല, സ്ഥിരമായിട്ട് കഴിക്കാറില്ല. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇടയ്ക്ക് കയറാറുണ്ട്. ഇപ്പൊ ഐറ്റംസ് ഒക്കെ കുറഞ്ഞു. ഇപ്പൊ കുറവാണ്. വലിയ പ്രതിസന്ധിയാണ്. അതെ. ചേട്ടാ, ഇവിടുന്ന് കഴിക്കാറുണ്ടോ? ഓക്കെ, അപ്പോൾ ഒരുപാട് മനുഷ്യര് ഭക്ഷണം കഴിക്കാൻ ആശ്രയിക്കുന്ന സ്ഥലമാണ്. താങ്ക് യു അർജുൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും. വിറകടുപ്പിലേക്ക് മാറാമെന്ന് വെച്ചാൽ വിറകടുപ്പിലേക്ക് മാറാമെന്ന് വെച്ചാൽ വിറക് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് വിറകൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. കുറച്ച് ദിവസത്തേക്കെങ്കിലും കരുതലായിട്ട് നമുക്ക് ഈ സംവിധാനങ്ങൾ വേണം.